വയനാട്ടിലെ പരസ്യപ്രചരണം അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശം അതിഗംഭീരമായി തന്നെ നടന്നു. ഇതിനിടയിൽ വയനാടിനെ കേരളത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്ന് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. തന്റെ ഹൃദയത്തിൽ വയനാടിന് വലിയ സ്ഥാനമുണ്ട് എന്നും വയനാട്ടുകാർക്ക് എപ്പോൾ വേണമെങ്കിലും തന്നോട് സഹായം ആവശ്യപ്പെടാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയാണ് ഇവിടെ MP സ്ഥാനാർത്ഥി. അവർ എന്റെ സഹോദരി കൂടിയാണ്. അതിനാൽ വയനാട്ടിലെ ജനങ്ങളോട് അവരെക്കുറിച്ച് പരാതിപ്പെടാൻ എനിക്ക് അവകാശമുണ്ട്. എന്റെ ഹൃദയത്തിൽ വയനാടിന് വലിയൊരു സ്ഥാനമുണ്ട്. ഇവിടെയുള്ള ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്റെ സഹായം തേടാം. വയനാടിനെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ തന്റെ സഹോദരിയെ വെല്ലുവിളിക്കുന്നുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. കേരളത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുമ്പോൾ ആദ്യം എത്തേണ്ടത് വയനാടാണ്. ഇത് വയനാട്ടിലെ ജനങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണം ചെയ്യും. ലോകം അതിന്റെ സൗന്ദര്യമറിയും. സ്നേഹവും വാത്സല്യവുമാണ് വെറുപ്പിനെയും കോപത്തെയും പ്രതിരോധിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും അത് വയനാട്ടുകാർ തന്നെ പഠിപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. പരസ്യപ്രചരണത്തിന്റെ അവസാന ദിനം രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം രാഹുലും പ്രിയങ്കയും തുറന്ന വാഹനത്തിലെത്തിയത് പ്രവർത്തകരുടെ ആവേശം വർദ്ധിപ്പിച്ചു. ഞാൻ വയനാടിനെ സ്നേഹിക്കുന്നുവെന്ന മുദ്രാവാക്യം ആലേഖനം ചെയ്ത വെള്ള ടീഷർട്ടിൽ ആണ് രാഹുൽ ഗാന്ധി എത്തിയത്. രണ്ടിടത്തും സ്ഥാനാർത്ഥികളും ആയിരക്കണക്കിന് പ്രവർത്തകരുമടക്കം വൻ ജനാവലി തന്നെ കലാശക്കൊട്ടിനുണ്ടായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്തുവെങ്കിലും പ്രവർത്തകരുടെ ആവശ്യത്തെ അത് ബാധിച്ചില്ല. വയനാട്ടിലേക്ക് വേഗത്തിൽ തന്നെ തിരിച്ചു വരുമെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി മലയാളത്തിൽ പറഞ്ഞത്. കരഘോഷങ്ങളോടെയാണ് പ്രവർത്തകർ ഈ വാക്കുകളെ സ്വീകരിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിലും വിജയിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്താൻ തീരുമാനിച്ചതോടെയാണ് വയനാട് ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. 2019 രാഹുൽ ആദ്യമായി വയനാട് നിന്ന് ജനവിധി തേടിയത്. ഇതാദ്യമായാണ് പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം സമ്മാനിക്കാനാണ് കോൺഗ്രസും UDFും ശ്രമിക്കുന്നത്. LDFിൽ നിന്ന് CPIയുടെ സത്യൻ മൊകേരി, NDAയിൽ നിന്ന് BJPയുടെ നവ്യ ഹരിദാസ് എന്നിവരാണ് വയനാട്ടിൽ നിന്ന് ജനവിധി തേടുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ. അതേസമയം കൊട്ടിക്കലാശത്തിൽ ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടായിരുന്നു. വണ്ടൂരിലും പോലീസും UDFും തമ്മിൽ സംഘർഷമുണ്ടായി. തിരുവമ്പാടിയിലും ഇതേ അവസ്ഥയായിരുന്നു. കൽപ്പറ്റയിൽ കൂറ്റൻ ശക്തി പ്രകടനത്തോടെയായിരുന്നു ഇടതു സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ പ്രചരണ സമാപനം. ബത്തേരിയിൽ BJPയുടെ സ്ഥാനാർത്ഥി ക്രെയിനിൽ കയറി പ്രവർത്തകരെ പുഷ്പവൃഷ്ടി നടത്തി. ചേലക്കരയിൽ ഇടതു സ്ഥാനാർത്ഥി UR പ്രദീപിനൊപ്പം K രാധാകൃഷ്ണൻ MPയും സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്നു. അതേസമയം ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ പ്രചരണത്തിന് പാലക്കാട്ടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് പ്രവർത്തകർക്ക് ഇരട്ടി ആവേശമാണ് നൽകിയത്. ബത്തേരിയിൽ രാവിലെ UDF കലാശക്കൊട്ട് നടത്തിയിരുന്നു. മണ്ഡലത്തിൽ വികസനം നടത്താൻ ആഗ്രഹിക്കുന്നയാൾ MP വരണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നതെന്നും വോട്ടെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നും LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി പറഞ്ഞു. വയനാട്ടിൽ ചരിത്രം കുറിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും വ്യക്തമാക്കി. നവ്യയുടെയും സത്യൻ മൊകേരിയുടെയും പ്രചരണവും അവസാന മണിക്കൂറുകളിലുണ്ടായി. നവ്യ ഹരിദാസ് സ്ക്രീനിൽ കയറിയാണ് പ്രചരണം അവസാനിപ്പിച്ചത്. ചേലക്കരയിൽ BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും കലാശക്കൊട്ടിനെത്തിയിരുന്നു. രമ്യയുടെ കൊട്ടിക്കലാശത്തിൽ ചാണ്ടിയുമ്മനും VK ശ്രീകണ്ഠനും പങ്കെടുത്തു. വൈകിട്ട് ചേലക്കര ടൗണിലാണ് 3 സ്ഥാനാർത്ഥികളും പങ്കെടുത്തുള്ള കൊട്ടിക്കലാശം നടന്നത്. പ്രചരണവും മണ്ഡലത്തിൽ അതിശക്തമായിരുന്നു. മുന്നണികൾ രണ്ടിടത്തും വിജയപ്രതീക്ഷയിലാണ്.